ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് 400 ഗ്രാം ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി, ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു തവി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചോ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പം ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് വെള്ളപ്പറ്റി കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്കാവുമ്പം നമുക്ക് കുറച്ച് പൊടിയുടെ ആവശ്യമേ വരികയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൊടിയുടെ ആവശ്യം വരും. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇനി കൈ വെച്ച് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും പൊട്ടിപ്പോകുകയൊന്നുമില്ല. അതിനുശേഷം ഞാനിത് 2 പീസായിട്ട് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ഇളക്കാൻ നിൽക്കണ്ട, ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ എണ്ണയിൽ പൊങ്ങി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ തിരിച്ചും മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂട് കുറയും തോറും ഇതിൻ്റെ ക്രിസ്പ്നെസ്സും കുറഞ്ഞു പോകും. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.